വിചിത്രമായൊരു നിർദ്ദേശമാണ് ചർച്ചയാകുന്നത്. ഉത്തരവ് രൂപത്തിലുള്ളൊരു നിർദ്ദേശം എന്നും പറയാം. ഇനി ധൈര്യമായി ബാറിലിരുന്ന് മദ്യപിക്കാം. ബാറുകാർ സുരക്ഷിതമായി വീട്ടിലെത്തിക്കും. മദ്യപിക്കാൻ വണ്ടിയിലെത്തുന്നവർക്ക് ബാറുകാർ ഡ്രൈവറെ നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. ഈ നിർദ്ദേശം നൽകിയത് നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ്. വാഹനാപകടം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തി വയ്ക്കാതിരിക്കാനാണ് ഈ വിചിത്രമായ ഉത്തരവ്. എന്നാൽ വെറും മണ്ടത്തരമാണ് ഈ സർക്കുലർ എന്ന വിമർശനമാണ് ഉയർന്നത്. നിയമപരമായി ഇതിന് നിലനിൽപ്പും ഉണ്ടാവില്ല. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബാറുകാർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കാനാവില്ല. നിർദ്ദേശം പാലിക്കാൻ പ്രായോഗിക തടസ്സങ്ങളുണ്ടെന്നാണ് ബാറുകാരും പറയുന്നത്. പ്രൊഫഷണൽ ഡ്രൈവർമാരുടെ സേവനം ബാർ വളപ്പിൽ ലഭ്യമാക്കണമെന്നാണ് RTO എൻഫോഴ്സ്മെന്റ് കൊച്ചിയിലെ ബാർ ഹോട്ടൽ മാനേജർമാർക്ക് നൽകിയ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. മദ്യപിക്കുന്ന എല്ലാവർക്കും ഡ്രൈവർമാരെ നൽകുന്നതിന് പരിമിതികളുണ്ട്. ഡ്രൈവർമാരെ നൽകാമെന്ന് പറഞ്ഞാലും പലരും അംഗീകരിക്കാത്ത സ്ഥിതിയുണ്ട്. നിർബന്ധിച്ച് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനാവില്ലെന്നും ബാറുകാർ പറയുന്നു. എന്നാൽ നിർദ്ദേശം മാത്രമാണിതെന്നും നിയമപരമായി നിലനിൽപ്പില്ലെന്നുമാണ് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അപകടം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ കൊച്ചിയിൽ മാത്രം ഇറക്കിയ സർക്കുലറാണിത്. ഉപഭോക്താക്കൾ ഡ്രൈവറുടെ സേവനം നിരസിക്കുകയും മദ്യപിച്ച് വാഹനമോടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഹോട്ടൽ അധികൃതർ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയോ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിനെയോ അറിയിക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. ഇതും പ്രായോഗികമല്ലെന്നാണ് ബാറുകാർ പറയുന്നത്. ആരൊക്കെയാണ് ഡ്രൈവറുടെ സേവനം തേടിയത് എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നിയമ നടപടി സ്വീകരിക്കാനാവില്ല. പല്ലും നഖവും ഇല്ലാത്ത നിർദ്ദേശം പുറത്തിറക്കിയത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 1000 മുതൽ 2000 രൂപ വരെയാണ് അമിത വേഗത്തിന് ഈടാക്കുന്ന പിഴ. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ 10,000 രൂപയാണ് പിഴ ഈടാക്കുന്നത്.